അതുകൊണ്ട് കോടികൾ മുടക്കിയ പ്രോജക്റ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകണമെന്നാണോ സാർ പറയുന്നത്? എന്നല്ല ബാലേന്ദ്ര, അവരാ പ്രശ്നം. ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാറിന് അറിയാൻ പാടില്ലായിരുന്നു. അവളുമാർക്ക് 2 കൊടുത്ത് കണ്ടം വഴി വായിക്കാൻ സാറിന്റെ പോലീസുകാർക്കും പറ്റില്ലേ? അത് പറ്റില്ല ബാലേന്ദ്ര, വേറെ സീനും. എന്താ? ഈ കളക്ടർ ഓഫീസിൽ നിന്ന് വിഷയത്തിൽ ഇടപെടും. അവര് പച്ചക്കുട്ടി കാണിച്ചെന്നല്ലേ സാറ് പറഞ്ഞത്? എടോ, ഇവളുമാരും കളക്ടറെ വിളിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് തള്ളിയതല്ലേ ബാലേന്ദ്ര, താനത് വിശ്വസിച്ചോ? എന്നാ സാറ് വിട്ടേക്ക്. ചോര കണ്ട അറപ്പ് മാറിയ പിള്ളേരെയാ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അവള് പറയും പോലെ ഒന്നും അല്ല. 2 മിനിറ്റ് കൊണ്ടേ സീൻ ക്ലിയർ ആക്കി തരാം. സാറും സാറിന്റെ കൂട്ടത്തിലുള്ള പോലീസുകാരൊന്നേ കണ്ണടച്ചെന്ന് മാത്രം മതി. അതും പറ്റത്തില്ല ബാലേന്ദ്ര. ഇനി എന്താ സാറേ പ്രശ്നം? കളക്ടറിന്റെ ഓഫീസിൽ നിന്നല്ല പോളസിനും പിള്ളേർക്കും ശമ്പളം കൊടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ കയറി മേഞ്ഞു എന്ന് പറഞ്ഞ, പ്രത്യേകിച്ചും കളക്ടർ ഉത്തരവുള്ളപ്പോ എന്റെ തൊപ്പി തെറിക്കും ബാലേന്ദ്ര. ചുരുക്കി പറഞ്ഞ സാറിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തുകൊണ്ട് ഒന്നും നടക്കത്തില്ല. എന്റെ ഒരു സഹായത്തിന് വേണ്ടിട്ടാ സാറിനെ വിളിച്ചത്. ഇതിപ്പോ അതിനും വലിയ കുരിശ. പട്ടിയോട്ട് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ബാലേന്ദ്ര, നിയമപ്രകാരം തന്നെ കാര്യങ്ങൾ നടന്നാൽ ഇലക്കോ മുള്ളിലോ കേടുവരില്ല. നമ്മളെ ഈ നിയമമൊക്കെ അറിഞ്ഞിരിക്കുന്നതേ അത് ലംഘിക്കാനുള്ള സഹായത്തിന് വേണ്ടിയിട്ടാ. ഗുണ്ടകളുടെ പോലീസിന്റെ കൈകൊണ്ട് കോളനിക്കാട് ഒരാളുടെ ദേഹത്ത് പോലും പോറൽ വീഴാൻ പാടില്ല. പക്ഷേ എന്താ സാറേ? അവള് കുറെ പ്രസംഗിച്ചു എന്റെ മുമ്പിൽ. പക്ഷെ അവള് പറഞ്ഞ അവസാന വാക്കിലൊരു പഴുതുണ്ട്. ഈ കോളനി ഒഴിപ്പിക്കാനുള്ള ഒരേ ഒരു കച്ചിത്തുരുമ്പ്. എന്താ സാറേ? സാർ കാര്യം പറ. ഇവിടുത്തെ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളുടെയും ശവത്തിൽ ചവിട്ടിയെ ഈ കോളനി ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് അവള് പറഞ്ഞത്. സാറ് തന്നെയല്ലേ പറഞ്ഞത് ആരുടെയും ദേഹത്ത് മുറിവ് പറ്റാൻ പാടില്ലെന്ന്? ശവം വീഴാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബാലേന്ദ്ര, മുറിവ് പറ്റരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ശവം വീണോട്ടെ ബാലേന്ദ്ര, 1 9 വീണോട്ടെ. അല്ലെങ്കിൽ തന്നെ ഈ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ശവങ്ങൾ വീണിട്ടല്ലാടോ. ഈ പോലീസും ഗുണ്ടകളും തൊടാൻ പാടില്ലെന്ന് സാറ് തന്നെ. താനൊക്കെ എങ്ങനെയാണോ രാഷ്ട്രീയക്കാരനായത്? വളരെ സ്വാഭാവികമായൊരു അപകടം. എന്തോല്ലേ, ബ്രേക്കൊക്കെ പോയെന്ന് വരാം. 1-2 ശവം വീഴണം. കുഞ്ഞുങ്ങളാണെങ്കിൽ അത്രയും നല്ലത്. അതിനിടെ ആൾക്കാർ ചിതറും. കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിൽ നമുക്കിവിടെ വെടിപ്പാകും. ഇൻക്വസ്റ്റ് അന്വേഷണമൊക്കെ പോലീസിന്റെ പണിയാ, അതെനിക്ക് വിട്ടേ. ശവം വീഴ്ത്തി തന്നെ തുടങ്ങാൻ ബാലേന്ദ്ര. ഈ ഭൂമി പൂജയ്ക്ക് അല്പം രക്തം ഒഴിക്കോട്ടെ. ഈ മണ്ണൊന്ന് കുളിരിട്ടടോ. എന്നാലിനി ചടങ്ങ് നടക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. രാഘവേട്ട, എന്നാ നടക്കട്ടെ തരുമേനി. ആ ചെറുക്കനും പെണ്ണും കുറച്ചുകൂടി ചേർന്നിരുന്നോളൂ.
ഈ കുഞ്ഞിച്ചി എന്താ ഇനിയും വരാത്ത? ആ പരസ്പരം മോതിരം അണിയിക്കുന്നതാണ് ചടങ്ങെന്ന് അറിയാലോ. ആദ്യം പെൺകുട്ടി മോതിരം അണിയിക്കണം. ആദ്യം കുട്ടി അണിയിച്ചോളൂ. മോതിരം അണിയിക്കാൻ ആ വിരല് നീട്ടിക്കൊടുക്കൂ. വിഷ്ണു, 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 വിഷ്ണു. ഈ കുഞ്ഞിച്ചി ഇത് എന്ത് ചെയ്യുവാ? സകലതും തീരാൻ പോവാണല്ലോ. അയ്യോ എന്താ പറ്റി? എന്താ പറ്റിയേ? അങ്ങേർക്ക് വീഴാൻ കണ്ടൊരു സമയം. മോളെ, നീ മോതിരം ഇട്ടായിരുന്നോ? ഇല്ലമ്മേ, അതിനു മുന്നേ അയാൾ വെട്ടിയിട്ട പോലെ താഴെ വീണില്ലേ? വെള്ളം എടുത്തോണ്ട് പാടി. അച്ഛനെ നിലത്ത് കിടന്നത് ഒന്ന് പിടിക്ക്. സൂക്ഷിച്ച്. എന്താ പറ്റിയത്? പൊന്നി, ആ വെള്ളം വേഗം കൊണ്ടുവാ. ഇല്ലില്ല, ബോധമില്ല. ഡോക്ടറെ വിളിക്കണ. വിളിച്ചമ്മ സംസാരിച്ചോണ്ടിരിക്കുക. ഇതാ സത്യമ്മേ. ഇല്ലില്ല, ബോധമില്ല. പെട്ടെന്നാവണേ. അച്ഛന് ചിലപ്പോ നെഞ്ചുവേദന വന്നതായിരിക്കും. ആ ടാബ്ലറ്റ് എടുത്ത് കൊടുത്താ. ഒന്ന് നോക്ക് പിള്ളേ, എനിക്ക് കയ്യും കാലും അനങ്ങുന്നില്ല. ഞാൻ നോക്കാം സത്യമ്മേ. പെട്ടെന്നാവണേ. അയ്യോ, ഈ വിവരം കുഞ്ഞേച്ചിയോട് പറഞ്ഞില്ലല്ലോ. ഡോക്ടർ എന്ത് പറഞ്ഞടാ? ഡോക്ടർ ഇപ്പൊ വരുമേ. അതിനു മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അച്ഛന് അനക്കമില്ലല്ലോ. എടാ, ഡോക്ടർ ഒരു 5 മിനിറ്റ് എടുക്കൂ. പേടിക്കണ്ട, ഇവിടെ അടുത്തല്ലേ. അച്ഛന് പക്ഷെ ബോധം തെളിയുന്നില്ലല്ലോ. എടാ, കുഴപ്പമൊന്നുമില്ല, നീ വെറുതെ. അച്ഛ കണ്ടുകൊടുന്നേ. അച്ഛാ 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 അച്ഛാ
കുഞ്ഞിച്ചി എന്താ ഫോൺ എടുക്കാത്ത? എന്നാ സാറേ നമ്മളങ്ങ് തുടങ്ങുമല്ലേ? ആ, ഒരു മിനിറ്റ്. അതെ, നിങ്ങളോട് ഞാൻ അവസാനമായിട്ട് പറയാം, ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീതിയുക്തമായിട്ടുള്ള കാര്യമല്ല. അതിന് കൂട്ടിയിക്കാൻ പോലീസിനെ കിട്ടില്ല. നിയമപരമായി ഒഴിപ്പിക്കാൻ അവകാശമുള്ള സ്ഥലത്ത് ഇവരെ തടയാൻ നിങ്ങൾ ശ്രമിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ. നിയമപരമായി ഒഴിപ്പിക്കാൻ എന്ത് അവകാശമുണ്ടെന്ന് സാറ് പറയുന്നേ? പൊന്നു തമ്പുരാന്റെ കാലത്ത് ഞങ്ങൾക്ക് പതിച്ചു തന്ന ഭൂമി ഇത്. ഇവിടുന്ന് ഞങ്ങളെ ഒഴിപ്പിക്കാൻ ആരാ ഇവന്മാര്? പോലീസോ, സർക്കാരോ, അതോ മുകളിലിരിക്കുന്ന ഒടേ തമ്പുരാനോ? ഞാൻ ഒരു വാദപ്രയോഗത്തിനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കോടതി പോയി പറഞ്ഞു. ഞങ്ങൾക്ക് ഈ പോരാട്ടം നേടാൻ കണ്ടുപിടിക്കാനുള്ള സമയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വേറെ പണിയുണ്ട്. ഇത് തീർത്തിട്ട് വേറെ പണിക്ക് പോവാന്ന് സാറ് വിചാരിക്കണ്ട. സാറിന് വേറെ ജോലി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇതേ ഉള്ളു ജോലി. എത്ര സമയം വേണമെങ്കിലും ഉണ്ട്. ഇന്ന് രാത്രി ഈ മണ്ണിൽ തന്നെ ഉറങ്ങത്തുള്ളൂ സാറേ ഞങ്ങള്. എങ്കിൽ മണ്ണിന് മുകളിലല്ല, മണ്ണിന് അടിയിൽ കിടന്ന് ഉറങ്ങാൻ തയ്യാറെടുത്തു. നീ ഉറക്കം ഞാൻ എല്ലാത്തിനെയും. ഈ തൊപ്പിയും ബെൽറ്റും ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോ സാറേ. സാറിനേക്കാൾ നന്നായിട്ട് തെരുവ് പട്ടിക്ക് ചേരുവത്. കാണിച്ചു തരാൻ അടിക്കാൻ. ബാലേന്ദ്ര, ജോസേ വണ്ടി ഇറ. മോളെ, അവന്മാര് നമ്മളെ കൊല്ലുവോ? കൊല്ലുന്നെങ്കി കൊല്ലട്ടെ. നമ്മൾ ഈ മണ്ണിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകുന്നില്ല. അമ്മ, സരോജം, നമ്മള് പോണമെങ്കിൽ പൊയ്ക്കോ. മോളൊന്ന് അടങ്ങിയിരിക്കെ. പേടിയാവുന്നമ്മ. പഠിച്ച തമ്പുരാൻ കാത്തോളും മോളെ. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? എന്റെ മക്കൾ ജപിച്ചോ. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, പിന്നെ കിരീടിയും മോള് പ്രാർത്ഥിച്ചോ. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ. അതെ, മര്യാദയ്ക്ക് നെറ്റ് മാറിക്കോ. ഇല്ലെങ്കിലേ ഈ JCBക്ക് അടിപ്പെട്ട് ചതഞ്ഞ് ചാവത്തേ ഉള്ളല്ല. പകരം നിങ്ങളെ രക്ഷിക്കാൻ തൂണ് പിളർന്ന് വരാൻ പോകുന്നില്ല ഒരു നരസിംഹാവതാരവും. ശാലിനി മാഡം, Go back. I said go back. നാശം പിടിക്കാൻ ഒന്ന് പിന്നിലെടുത്തോണ്ട് പോടോ.
വാട്ട്സ് ഗോയിങ് ഓൺ മിസ്റ്റർ ACP? സ്ഥിതിഗതികളെല്ലാം അണ്ടർ കൺട്രോളിലാണ് മാഡം. ആരുടെ കൺട്രോളിൽ? മാഡം അത് പച്ച കള്ളോ മേഡം. ചൈന കോളനിയിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? മാഡം പിന്നെ ഈ JCB എങ്ങനെ ഇവിടെ വന്നു? നിങ്ങളുടെ അമ്മായിയുടെ മോന്റെ കെട്ട് കല്യാണത്തിന് പന്തൽ കിട്ടാനോ? അച്ഛാ രാഘവേട്ട, അച്ഛാ രാഘവേട്ട, രാഘവേട്ട, എഴുന്നേക്ക് രാഘവേട്ട. അച്ഛാ 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 മാഡം സർക്കാർ ഭൂമിയാണെന്നുള്ള ബോധ്യത്തിൽ ആരുടെ ബോധ്യത്തില്? ബാലേന്ദ്ര എന്താ മാഡം? ഇത് സർക്കാർ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ആണെങ്കിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ്. അതിന് നിങ്ങളെ ചുമതലപ്പെടുത്തിയവർ ആര്, എങ്ങനെ, എവിടെ വെച്ച്? ഇതെല്ലാം എനിക്കിപ്പോ കാണണം. ഓൺ ദി സ്പോട്ട്. കമാ ക്വിക്ക്. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. അനു? യെസ് മാഡം. പറഞ്ഞോ ബാലേന്ദ്ര, പൊളിറ്റിക്സിലെ പവർ ഗ്രൂപ്പിന്റെ ആളല്ലേ? എങ്ങനാ ഇയാളുടെ ഒരു അജണ്ട? ബാലേന്ദ്ര, നല്ലതേ നടക്കൂ. കുഞ്ഞിച്ചി ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇത് തന്നെ, ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. തീർന്നു പറഞ്ഞിട്ട് പഴയ കുപ്പയല്ലായിരുന്നു കളഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസമല്ലേ ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നത്. ഈശ്വര, ചതിച്ചോ? അച്ഛാ രാഘവേട്ട, അച്ഛാ രാഘവേട്ട. വിഷ്ണു, സത്യമേ, അച്ഛാ സത്യമേ, എന്താ സത്യമേ ചതിച്ചെന്ന് തോന്നുന്നു. എന്താ പിള്ളേ? ഇതിനുള്ളിലല്ലേ സാറിന്റെ നെഞ്ചി വല്ലാണ്ട് പുളി വെച്ചേക്കുന്നത്? അതെ, ഒറ്റ ഒരെണ്ണം കാണാനില്ല. എന്താ കാണാനില്ലെന്നോ? നോക്കട്ടെ. അതെ സത്യമേ. ഇത് രാവിലെയും കൂടി ഞാൻ ഗുളികയെടുത്ത് രാഘവേട്ട കൊടുത്തല്ലേ? ഇയാൾ ശരിക്കും നോക്കിയോ? നോക്കി സത്യമേ. അയ്യോ, ബാക്കി ടാബ്ലറ്റ് ഒക്കെ എന്തേ? ബാക്കി മരുന്നൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാ രാഘവൻ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്തീ പറയുന്നത്? ബാക്കി മുഴുവൻ എടുത്ത് രാഘവേട്ടൻ കഴിച്ചെന്നോ? അത്രയ്ക്ക് ബോധമില്ലേ രാഘവേട്ടന്? ചില കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാന്ന് അവരവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് മാറിക്കേ. എന്തേ കാണിച്ചു രാഘവേട്ട? അയ്യോ എന്റെ ദൈവമേ.
കഴിഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞേ? രാഘവൻ നായരുടെ കാര്യം കഴിഞ്ഞു എന്ന്. ആളിനി ഇല്ല. അച്ഛാ സാറേ, അച്ഛാ, അയ്യോ, സത്യമേ, അമ്മേ, സത്യമേ. അച്ഛൻ എന്നോട്ട് പോയില്ല അച്ഛാ. എന്നോട്ട് പോയില്ല അച്ഛാ. അച്ഛാ, Thank you.